ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ലോഗോ ഷൈനിങ് എഫക്റ്റാണ് നമ്മൾ ഇന്ന് ട്യൂട്ടോറിയലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഇതുപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലത്തെ എഫക്ട്സ് എഡിറ്റ് ചെയ്യുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്ന സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആക്കി അവിടെ നിങ്ങൾക്ക് കൊണ്ട് ക്ലിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഷൂട്ട് ചെയ്ത ഈ വീഡിയോ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി എഫക്ട്സ് പാനലിൽ വാർപ്പ് സ്റ്റെബിലൈസർ സെർച്ച് ചെയ്ത് അത് ഡ്രാഗ് ചെയ്ത് വീഡിയോയുടെ ടോപ്പിലേക്ക് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഈ ക്ലിപ്പ് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം അനലൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞതിന് ശേഷം ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷെയ്ക്കും ഇല്ലാതെ നമുക്കൊരു ക്ലിപ്പ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലോഗോയിൽ ആ ഷൈനിങ് എഫക്റ്റ് കൊണ്ടുവരാം. അപ്പം ഏറ്റവും ടോപ്പിൽ ഉള്ള ആ ടൂൾ ബാറിൽ അവിടെ റോട്ടോസ്കോപ്പ് എന്ന് പറയുന്ന ടൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ വീഡിയോ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ലെയർ പാനലായിട്ട് നമ്മുടെ വീഡിയോ ക്ലിപ്പ് ഓപ്പൺ ആയി വന്നതാണ്. ഇതിലാണ് നമ്മുടെ റോട്ടോസ്കോപ്പ് ടൂൾ ഉപയോഗിച്ച് സെലക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഗ്രീൻ ആരോ ആയിരിക്കും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഭാഗം സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഗ്രീൻ ആരോ യൂസ് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ദെൻ അതിൻ്റെ സൈഡ് എഡ്ജസ് എല്ലാം ആ ഗ്രീൻ ആരോ യൂസ് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭാഗം വേറെ ഏരിയ കവർ ചെയ്യുകയാണെങ്കിൽ അത് അൺസെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അപ്പോൾ ഒരു റെഡ് ആരോ വരും. ആ റെഡ് ആരോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ അൺസെലക്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ലോഗോ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. എഡ്ജസ് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ഇതിനെ ട്രാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കീബോർഡിൽ പേജ് അപ്പോ പേജ് ഡൗണോ യൂസ് ചെയ്ത് ഓരോ ഫ്രെയിമും ട്രാക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ടൈം ലൈൻ ബാർ വീഡിയോയുടെ എൻഡിൽ പ്ലേസ് ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഫുള്ള് ആ ലോഗോ മാത്രം ട്രാക്കായി കിട്ടും. ട്രാക്ക് അനലൈസ് ചെയ്തതിന് ശേഷം ആ ലെയർ വിൻഡോ സെലക്ട് ചെയ്ത് സൈഡിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യുക. അവിടെ ഫ്രീസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ട്രാക്കിംഗ് ഡാറ്റ സേവ് ആകുന്നത്. ദെൻ ടൈം ലൈനിലുള്ള നമ്മുടെ വീഡിയോ കൺട്രോൾ D പ്രസ് ചെയ്തൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ദെൻ താഴത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് അവിടെ റോട്ടോ ബ്രഷ് ആൻഡ് റിഫൈൻ എഡ്ജസ് എന്ന് പറയുന്ന എഫക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇപ്പോൾ നമുക്ക് രണ്ട് ലെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഏറ്റവും ടോപ്പിലെ ലോഗോ മാത്രം, താഴെ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ഷൈനിങ് എഫക്റ്റ് കൊണ്ടുവരാൻ എഫക്ട്സ് പാനലിൽ CC ലൈറ്റ് സ്വിപ്പ് എന്ന് പറയുന്ന എഫക്റ്റ് സെർച്ച് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഏറ്റവും ടോപ്പ് ലെയർ കിടക്കുന്ന വീഡിയോയിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലോഗോയിൽ നോക്കിയാൽ അവിടെ ഒരു ഷൈനിങ് എഫക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് സെൻറ്റർ ടു ഡൗൺ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ സെൻറ്റർ എന്ന് പറയുന്ന സെറ്റിങ്സ് സെലക്ട് ചെയ്ത് അത് എക്സ് ഡയറക്ഷൻസ് കുറച്ച് മുന്നിലേക്ക് ആക്കി കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ആ റോയൽ എൻഫീൽഡിൻ്റെ ടോപ്പിൽ നിന്ന് താഴെ എൻഡിങ്ങിലേക്ക് ഇങ്ങനെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ ക്രിയേറ്റ് ആയി വരും. ഞാൻ ഈ ഷൈനിങ് എഫക്റ്റ് ലോഗോയുടെ ടോപ്പിൽ പ്ലേസ് ചെയ്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്തു. ദെൻ ഒരു 3 സെക്കൻഡ് ഫോർവേഡ് പ്ലേസ് ചെയ്ത് അത് ഡൗൺ ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് ആ ഷൈനിങ് എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷൈനിങ് എഫക്റ്റ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലെ ബ്രൈറ്റ്നസ് കുറച്ച് കൊടുക്കാം. അപ്പോൾ എഫക്ട്സ് പാനലിലെ ബ്രൈറ്റ്നസ് ഓപ്ഷൻ സെർച്ച് ചെയ്യുക. ആ എഫക്റ്റ് ഡ്രാഗ് ചെയ്ത് ഡൗൺ ലെയറിലേക്ക് പ്ലേസ് ചെയ്യുക. ദെൻ കുറച്ച് ബ്രൈറ്റ്നസ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് ആ ലോഗോ മാത്രമായിട്ട് ഗ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ഏത് ട്യൂട്ടോറിയൽ വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം.